ബ്രദേഴ്സ് റേറ്റ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചു തുടങ്ങിയ കാരണം ഈ സെലിബ്രിറ്റീസ് ആയല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിപ്പോ പഴയ റേറ്റ് തന്നെ. അങ്ങനെയൊന്നുമില്ല, ബർത്ത്ഡേ വിഷസിന് ഇപ്പൊ 2000 രൂപയിൽ കൂടുതൽ വാങ്ങിക്കുന്നത്. ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യണമെങ്കിൽ 2000 രൂപ കിട്ടും. ഇപ്പണി എനിക്കൊരു ഐഡിയ, ഇപ്പണി ഞാനും തുടങ്ങാം. അപ്പോൾ ശരി, എല്ലാവരും കേട്ടോളൂ. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, 16 ആനിവേഴ്സറി, ഏത് ആനിവേഴ്സറിയും വിഷ് ചെയ്യാൻ വേണ്ടി എൻ്റെ റേറ്റ് 1000 രൂപയാണ്. 1000 രൂപ നിങ്ങൾ അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിഷ് ചെയ്യും. ഷോർട്ട് വീഡിയോസോട്, ലോങ് വീഡിയോസോട് അങ്ങനെ ഇടും. അപ്പോൾ ആരും മറക്കില്ല കേട്ടോ. വേണ്ട ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. 1000 രൂപ, 2000 രൂപയൊന്നുമില്ല, അഫോർഡബിൾ റേറ്റാണ് 1000 രൂപ. ഓക്കെ അല്ലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് വീഡിയോ റിയാക്ട് ചെയ്യാം. ഹലോ, എവിടാ? എടാ, ഞാനിവിടെ പാർക്കിൽ വന്നപ്പോൾ ഒരു പയ്യനെ കണ്ടായിരുന്നേ. അവനെന്നെ വന്ന് ഇഷ്ടാന്ന് പറഞ്ഞായിരുന്നു. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്നു. പാർക്കിൽ ആരോ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിന് ബ്രേക്കപ്പ് ചെയ്താൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്താലോ? അതൊന്നും അറിയില്ല, ഇവിടെ വെച്ച് കണ്ടതാ. അതെ. എനിക്ക് നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തിയുണ്ട്. അവക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, അഗാധമായ ചേച്ചിക്ക് ടെൻഷൻ കയറി ഫോൺ അങ്ങ് വാങ്ങിച്ച ഉടനെ എന്താ എങ്ങനെങ്കിലും പറഞ്ഞു ബ്രേക്കപ്പ് ഹലോ ഹലോ ഹലോ, എടാ ഇത് പ്രാങ്ക് കോളായിരുന്നു. ഹലോ, ചേച്ചി പണിയായിരുന്നു വാങ്ങിച്ചെന്ന് പറയണേക്കാളും ചേച്ചി രക്ഷപ്പെട്ടെന്ന് പറയണേണ് നല്ലത് അല്ലേ? അല്ലേ? ശരി, അടുത്ത വീഡിയോ നോക്കാം. കഴപ്പൻ്റെ വീഡിയോയാണ്. കഴപ്പൻ ഓസ്ട്രേലിയ മീറ് എന്തിന് കഴപ്പവന്? അത് കഴപ്പെങ്കിൽ ടാറി കൊണ്ടിട്ട് ഉരയ്ക്കാൻ പറയാം. ടാറി കൊണ്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കണം, അപ്പൊ കടിയങ്ങ് മാറിക്കിട്ട്. കഴപ്പൻ. അടുത്ത വീഡിയോ നോക്കാം. ആണുങ്ങളോട് കടിച്ച ഇങ്ങനെ ഇരിക്കും. അവന്റെ ഒരു നിപ്പ് കണ്ട, അങ്ങനെ അവൾ ആടിച്ച് തകർത്തിട്ടുള്ള നിപ്പ്. വെൽഡൺ മൈ ബോയ്, വെൽഡൺ. ഇങ്ങനെ വേണം. ഒരു കിണ അവന്റെ കയ്യെ കയറി പിടിക്കണുണ്ടല്ല, അവൾക്ക് അവനെ അടിക്കാം, ഇവന് തിരിച്ചടിക്കാൻ പാടില്ലാത്തതുപോലെ. ഇങ്ങനെ കൊടുക്കണം. വെളുത്ത വെടലകൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കും. ഗെയിമെന്ന് പറഞ്ഞാൽ അത് മാനിയായിട്ട് ഇങ്ങനെ തലയിൽ അടിക്കണാണെങ്കിൽ അവൾ പയ്യെ അടിച്ചെങ്കിൽ തിരിച്ചവനും പയ്യെ അടിക്കുമായിരുന്നു. അവൾക്ക് ഓങ്ങിയടിക്കാം, നമ്മൾ ഓങ്ങിയടിക്കും. അടിച്ച പിടിയാക്കാം. ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ, അന്നെ പാത്തിയ ഓത്തിയ പാട്ട്, അതാണ് നമ്മുടെ അണ്ണൻ Anatapacaye apate keke na apatia apate keke tu apati to apate good apatie Anatapacaye apate keke na apatia apate keke ku apati to apati good. എന്തുവാണ് ആദ്യം കുഞ്ഞിക്കുഞ്ഞിന്റെ സ്റ്റൈലിൽ നിന്ന് പിന്നെ എന്താ അരിയാട്ടണതാ? അരിയാട്ടണത് എങ്ങനെയാണെന്നാണ് അണ്ണൻ കാണിച്ചത്. അടുത്ത വീഡിയോ നോക്കുക. I am proud to announce to you the first artificial intelligence road that will be completed in less than 1 year.
The government is setting aside 10 billion for the completion of this project. Thank you. Thank you. ദിസ് ഈസ് ഇന്ത്യ എന്ന് പറഞ്ഞ് ടാഗ് ഇട്ടത് ശരിയായില്ല. ഇടേ ഇതെല്ലായിടും ഇങ്ങനെ തന്നെ. ഈ വീഡിയോ ഒക്കെ വേൾഡ് വൈഡ് കാണുന്നില്ലേ, അപ്പോഴ് നമ്മുടെ ഇന്ത്യ എന്ന് കൊടുത്തത് ശരിയായില്ല. പിന്നെ 100% ഇങ്ങനെയാണ് എല്ലാവരും വികസിപ്പിക്കുന്നത് എന്നത് ഒരു സത്യം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അടുത്ത വീഡിയോ നോക്കാം. ശിവാമയാണ് എന്തോ പറയാൻ കേൾക്കാം. നിങ്ങളെക്കാട്ടും ഏറ്റവും കൂടുതലും 10 മടങ്ങ് ഇതില് കമന്റ് കണ്ട് ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഞാനാണ് കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്നാലായാലും കമന്റ് ഇങ്ങനെ വന്നാലും അതില് ശിവനെ പറ്റി നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്, അറാമ്പറപ്പും പറയുന്നുണ്ട്. അറാമ്പറപ്പ് അണ്ണ ആക്ച്വലി മുസ്ലിമാ ഹിന്ദുവാ? ജാതി ചോദിക്കാൻ പാടില്ല, സോറി. യു കണ്ടിന്യൂ. എന്നാ അതാണൊക്കെ എന്നെ ചീത്തയും വിളിക്കുന്നുണ്ട്. എന്നാലും പക്ഷെ കുരിശുമാലയാണ് ഇട്ടിക്കുകയും ചെയ്യുന്നത്. ബ്രോയുടെ ഒരു വീഡിയോ കൂടെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പോലെ റീൽസ് ചെയ്യുന്നതാണ്. എനിക്ക് എൻ്റെതായ ഒരു വില തരണ്ടേ നിങ്ങൾ ഇങ്ങനെ തെരപ്പാര കടന്ന് കമന്റ് ചെയ്യാതെ. കമന്റ് ചെയ്യുന്നതിനും ചീത്ത വിളിക്കുന്നതിനൊക്കെ ഒരു ഇതില്ലേ, മെച്യൂരിറ്റി ഇല്ലേ, അതിനൊക്കെ ഒരു അളവില്ലേ? നോക്കിട്ടൊക്കെ ചെയ്യും. പാവല്ലേ. ഞാനും ഇതാണൊക്കെ ഇരുന്ന് സോൾസ് ചെയ്യുന്നതാണ്. ഞാനും പലതും ചിന്തിച്ചിട്ടാണ് ഞാനും ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെ തെറിവിളി കമന്റ് വഴി വാങ്ങാം, അങ്ങനെയാണ് പുള്ളി ചിന്തിക്കുന്നത്. മുമ്പേ ഈ ആലോചിച്ചിട്ട് തന്നെയാ എങ്ങനെ പോയാ എങ്ങനെ സോൾസില് കമന്റ് കയറും എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ ഞാനും വീഡിയോ കൂടുതൽ പറഞ്ഞ വീണ്ടും തെറിയല്ലേ കിട്ടൂ. എനിക്കും കൂടുതൽ പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പൊ സ്വന്തം കഴിവിൽ ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടെ വൃത്തി. സ്വന്തം കഴിവിൽ ചെയ്തപ്പോഴും ഇങ്ങനെ തെറിവിളി കിട്ടിയതാണ് വൃത്തി. അടുത്ത വീഡിയോ നോക്കാം. മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് മാറിക്കൊടുത്ത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കുഞ്ഞിനൊരു സംഭവിച്ചു. നമ്മളെവിടെ ഒരു പ്ലാൻ ചെയ്തൊരു സാധനം ചെയ്തു. കണ്ടേ, പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ എഴുതിയേക്കുക. ആദ്യത്തെ വൈറ്റും പിന്നെ ഡോളോ. മൂന്നാമത്തെ എഴുതിയേക്കുന്ന വെച്ചാൽ സിറപ്പാണ്. എന്ത് സിറപ്പാന്ന് പറഞ്ഞാൽ നമ്മളിൽ കാണുന്ന ഒരു പേര് എഴുതിയിട്ട് സിറപ്പെന്ന് എഴുതിയേക്കുക. എന്ത് സിറപ്പ് നമുക്ക് അറിയത്തില്ല, നമ്മൾ തന്നെ എഴുതിയതാണ്. സാധനം നമ്മൾ മെഡിക്കൽ സ്റ്റോറിലോട്ട് കൊണ്ടുപോകാം. ഇതിന്റെ മരുന്ന് കിട്ടുമോ നോക്കാം. വൈറ്റ് സാറല്ലേ? അറിയില്ല. ഇതാണ് ലാസ്റ്റ് എഴുതിയ സിറപ്പിന് പകരമുള്ളതായിരിക്കും. ഇത് ട്രൈക്കപ്പിനുള്ളതാണ്. ഇത് അലർജി ടാബ്ലറ്റ് ആണ്. ഇപ്പൊ വർക്കിംഗ് ആണെങ്കിൽ 2 ടൈംസ് കഴിക്കാം. ക്ലാസ് ആണെങ്കിൽ നൈറ്റ് മാത്രം. മേടിച്ചോണ്ട് വന്നല്ലോ. ഇതിനകത്ത് എഴുതിയേക്കുന്ന വൈപ്സ് ഉണ്ടോ? വൈപ്സ് ഉണ്ട്. വൈപ്സ് ഉണ്ട്. രണ്ടാമത്തെ ഡോളോ 650, ഡോളോ 650 ഉണ്ട്. പിന്നെ നമ്മളിലെ അറിയാത്തൊരു പേര് എഴുതിയിട്ടുണ്ട്. നമ്മൾ കണ്ണി കണ്ട ഒരു പേര് എഴുതി അവരാണ് സിറപ്പ് വന്നിട്ടുണ്ട്. എഴുതാത്ത 2 മരുന്ന്. ഇതൊക്കെ എന്തോന്നാണ് ഇത്? ഇതൊക്കെയാണ് മെഡിക്കൽ സ്റ്റോർ. കണ്ടോ, ആകെ എഴുതിയത് വൈപ്സും ഡോളോയും. പിന്നെ നമ്മുടെ കണ്ണി കണ്ട പേര് സിറപ്പ് എഴുതി. വൈപ്സ് കറക്റ്റ്, ഡോളോ കറക്റ്റ്. സിറപ്പ് ഏതാ സിറപ്പാന്നും അറിയത്തില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇട്ട് എഴുതിയതാണ്. സാധനം കിട്ടി. പിന്നെ ആണ്ടെ ഇത് എന്തോന്ന് എനിക്കറിയത്തില്ല. ബില്ലില്ലാതെ. കാരണം എന്തെങ്കിലും തോന്നിയത് എഴുതിക്കൊണ്ട് ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് തരും. ഇതൊക്കെയാണ് ആരോഗ്യ വകുപ്പ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ എന്തോ ആയാലും മെഡിക്കൽ സ്റ്റോർ ഏതാണെന്നോ എന്തോ ആണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. അത് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ആരോഗ്യ വകുപ്പ് മാത്രം. നിങ്ങൾ പന എന്ന് എഴുതിക്കൊണ്ട് കൊടുത്താലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് തരും. കാരണം ഇപ്പൊ ഇതൊക്കെ ബിസിനസ് അല്ലേ. ആദ്യം അവിടെ ഇത്തിരി ഫാർമസിസ്റ്റ് പഠിച്ച ഒരാളായിരിക്കും നിന്നത്. അവരെ കൊടുത്തപ്പോൾ ലാസ്റ്റ് എഴുതിയെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു മാന്യമായിട്ട്. അപ്പോഴായിരിക്കും ഓണറായിരിക്കും വന്നത്. അവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ജോലി, അവർ കൊണ്ടുവന്ന മരുന്ന് ഏതോ അത് അറിയാമെങ്കിൽ അത് കൊടുക്കുക, പൈസ വാങ്ങി ചോദിക്കുക. ഓണറിനെ സംബന്ധിച്ചോളം അവർ എന്തുവാ അങ്ങനെയല്ല, അവർക്ക് ബിസിനസ് നടക്കണം. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സാണ്. അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ മരുന്നും അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ കൊള്ളാം.
അല്ലെങ്കിൽ അവന്മാർ തലവേദനയ്ക്കുള്ള മരുന്ന് തരുമ്പോൾ തലവെട്ടിപ്പോണ്ട മരുന്ന് എഴുതി തരും, മരുന്ന് ഒക്കെ എടുത്ത് തരും. ഇപ്പോഴത്തെ നമ്മളെ ആരോഗ്യമന്ത്രിയൊക്കെ കുറച്ച് അതിനെ പറ്റിയൊന്നും പറഞ്ഞ് ശരിയാകില്ല. അപ്പോൾ നോക്കിക്കൊണ്ടൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.